ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗ്രേപ്പ് വൈനാണ്. ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, അപ്പോൾ നമുക്ക് ഇന്ന് ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ മുന്തിരി 2 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കിലോ മുന്തിരിക്ക് 2 കിലോ പഞ്ചസാര വേണം. ഇനി മധുരം കുറവ് വേണ്ട ആൾക്കാർക്ക് അത് വേണമെങ്കിൽ ഒരു 800 ഗ്രാം വെച്ചിട്ട് രണ്ടെണ്ണം ഒരു 1.5 കിലോ അല്ലെങ്കിൽ 1.25 കിലോ പഞ്ചസാര എടുക്കാം. പക്ഷേ എൻ്റെ കണക്കനുസരിച്ച് ശരിക്കും ഇത് പുളിയുള്ള മുന്തിരിയാണ്. അപ്പോൾ 2 കിലോ മുന്തിരിക്ക് 2 കിലോ പഞ്ചസാര വേണം. പിന്നെ തിളപ്പിച്ച ആറിയ വെള്ളം വേണം. വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഭരണിയിൽ മുന്തിരി പഞ്ചസാര ലെയറായിട്ട് ഇട്ട് കഴിയുമ്പോൾ മുന്തിരിക്ക് മീതെ നികക്കെ വരത്തക്ക രീതിയിൽ വേണം തിളപ്പിച്ച് ആറിയ വെള്ളം. ഒരിക്കലും ചൂടുവെള്ളം ഒഴിക്കരുത്, തിളപ്പിച്ച് ആറിയ വെള്ളം. പിന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പാണ്. അത് സൂചി ഗോതമ്പ് വേണമെങ്കിൽ ആ ഗോതമ്പ് എടുക്കാം, ഇല്ലെങ്കിൽ സാധാരണ ഗോതമ്പ് എടുക്കാം. ഞാനിവിടെ ഇപ്പോൾ സൂചി ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം കറുകപ്പട്ട, ഒരു 6-7 ഗ്രാമ്പ്. പട്ട അധികമൊന്നും വേണ്ട, ചെറിയ കഷ്ണം മതി. പിന്നെ ഈ മസാലയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ എണ്ണം കൂട്ടാവുന്നതാണ്. പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, അത് 1 ടീസ്പൂൺ ഇടാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഭരണിയാണ്. നമ്മളുടെ ഭരണി എങ്ങനെയാണെന്ന് വെച്ചാൽ, നല്ലതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഒട്ടും ജലാംശം പാടില്ല. എന്നിട്ട് വേണം ആ ഭരണിയിൽ മുന്തിരി വൈൻ കെട്ടിവെക്കാൻ. അപ്പോൾ നമുക്കിനി തുടങ്ങാം. ആദ്യം നമുക്ക് ഭരണിയിലേക്ക് കുറച്ച് മുന്തിരി ഇടാം. ഇനി നമുക്ക് മുന്തിരിയുടെ മീതെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മീതെ വീണ്ടും പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മുന്തിരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ വീണ്ടും പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പട്ടയുണ്ടല്ലോ, കറുകപ്പട്ട, അതൊന്ന് ചെറുതായിട്ട് ഞാനൊന്ന് മുറിച്ചിട്ടുണ്ട്. അതും ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇടുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഇത് നമുക്ക് ഡയറക്റ്റ് ഇടാം. ഇല്ല, നിങ്ങൾക്ക് സാധാരണ ഈസ്റ്റാണ് കിട്ടുന്നതെങ്കിൽ അത് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് അത് അറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചാൽ മതി. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ടു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ സൂചി ഗോതമ്പ് കിഴി കെട്ടി നമുക്ക് ഭരണിയുടെ അകത്തേക്ക് ഇടാം. ഇത് 1 പിടി സൂചി ഗോതമ്പാട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിങ്ങനെ ചെറിയൊരു കിഴി കെട്ടണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ വള്ളി കൊണ്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി നമുക്കിത് കെട്ടിവെക്കാം. കിഴി കെട്ടിയെടുക്കണം. ഇനി ഇത് നമുക്ക് വൈനിട്ട് വെച്ചിരിക്കുന്ന ഭരണിയിലേക്ക് ഇത് ഇറക്കി വയ്ക്കാം. എപ്പോഴും മരത്തവി കൊണ്ട് വേണം കേട്ടോ ഇതിനകത്ത് ഇളക്കാനായിട്ട്. ഒരിക്കലും സ്റ്റീലോ മറ്റൊന്നും ഉപയോഗിക്കരുത്. ഇളക്കി
നമ്മൾ ശരിക്കും ഇളക്കിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ ഒരു തുണി ഇട്ട് കെട്ടിവെക്കാം. 21 ദിവസമാണ് ശരിക്കും വൈൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായ ദിവസം. ഇനി 3 ദിവസം കൂടുമ്പോൾ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് കെട്ടിവെക്കാം. ഇതേപോലെ ഒരു തുണി വെച്ച് ഈ ഭരണി കവർ ചെയ്യണം ശരിക്കും. എന്നിട്ട് ആ തുണിയുടെ തന്നെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് വള്ളിയാക്കിയിട്ട് അതിൻ്റെ ചുറ്റും നമുക്കിങ്ങനെ കെട്ടിവെക്കാം. ഇനി നമുക്ക് 3-ാമത്തെ ദിവസം മരത്തിൻ്റെ ഒരു തവി കൊണ്ട് ഇത് ഇളക്കി കൊടുക്കണം. 21 ദിവസമാകുമ്പോഴാണ് നമ്മുടെ വൈൻ റെഡിയാവുക. ഇനി നമുക്കിതിൻ്റെ അടപ്പ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിനി 3-ാമത്തെ ദിവസം ഇത് ഇളക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ വൈൻ ഇട്ട് വെച്ചിട്ട് ഇന്നേക്ക് 3 ദിവസമായി. ഇനി നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. ഇന്നാണ് നമുക്കിത് ഇളക്കി കൊടുക്കേണ്ട ദിവസം. മുന്തിരിയൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി ഇളക്കി കൊടുത്തു. ഉണ്ടോ? ഇനി നമുക്ക് വീണ്ടും ഇത് കെട്ടിവെച്ച് അടുത്ത 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്കിത് ഇളക്കി കൊടുക്കാം. അങ്ങനെ 21-ാമത്തെ ദിവസം ആകുമ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം. ഇനി വീണ്ടും ഇത് അടച്ച് നമുക്ക് നേരത്തെ ആദ്യം ചെയ്തതുപോലെ തന്നെ കെട്ടിവെക്കാം. അങ്ങനെ ഇന്ന് 21 ദിവസമായി നമ്മളുടെ വൈൻ ഇട്ടിട്ട്. ഞാൻ ഓരോ 3 ദിവസം കൂടുമ്പോഴും ഇളക്കിക്കൊണ്ടിരുന്നിരുന്നു. ഇനി നമുക്ക് ഇന്നിത് തുറന്ന് നോക്കാം. നന്നായി അതിൻ്റെ ജ്യൂസൊക്കെ പുറത്തേക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട് വൈനിൻ്റെ. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. നമുക്ക് ഈ ബൗളിലേക്ക് ആ മുന്തിരി അരിച്ചു വയ്ക്കാം. അതിനായി ഞാനിവിടെ ഒരു തോർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആ തോർത്തിൽ കൂടെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. മരത്തിൻ്റെ തവി കൊണ്ട് വേണം കേട്ടോ ഇത് കോരി എടുക്കാനൊക്കെ. ഇത് നമ്മൾ കിഴി കെട്ടിയിട്ട ഗോതമ്പിൻ്റെ ആട്ടോ. അത് നമുക്ക് എടുത്തു മാറ്റാം. ഇത് കണ്ടോ, നമുക്കിത് പിഴിഞ്ഞെടുക്കാം. കണ്ടോ, അങ്ങനെ ഞാൻ മുന്തിരിയെല്ലാം അരിച്ചെടുത്തു തോർത്തിക്കൂടെ. അപ്പോൾ എനിക്ക് കിട്ടിയത് ഈ ഒരു ബൗള് ഫുൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ബൗളിൽ ഹാഫ് ബൗളും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുപ്പികൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇനി നമുക്ക് വൈൻ ബോട്ടിലിലേക്ക് ഒഴിച്ചു വയ്ക്കാം. നമ്മളെപ്പോഴും ഗ്ലാസ് ബോട്ടിലിൽ വേണം കേട്ടോ ഒഴിച്ചു വയ്ക്കാനായിട്ട്. അതിലേക്ക് ഒഴിക്കാം കേട്ടോ.
വൈൻ ഗ്ലാസ് ബോട്ടിലേക്ക് നമ്മൾ ഒഴിച്ച് വെക്കുമ്പോൾ ഫുള്ളായിട്ട് ഒഴിക്കരുത്, കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കണം. കാരണം ഇത് ഇരിക്കും തോറും വീര്യം കൂടും. അപ്പോൾ ഞാൻ ഈ ബോട്ടിലിട്ടിരിക്കുന്നത് കണ്ടോ, അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് ഗ്യാപ്പ് ഇതേപോലെ ഇങ്ങനെ ഇട്ട് വയ്ക്കുക കണ്ടോ. അതിന് ശേഷം നമ്മളതിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ എനിക്ക് 3 കുപ്പി വൈനാണ് കിട്ടിയിരിക്കുന്നത്. ഇത് 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. ഇത് 750 മില്ലി, ഇതും 750 മില്ലിയാണ്. അപ്പോൾ 2 കിലോ മുന്തിരി എടുത്തപ്പോൾ എനിക്ക് ഏകദേശം 2.5 ലിറ്റർ ഗ്രേപ്പ് വൈൻ കിട്ടി. പിന്നെ ഞാനിത് ഇട്ടിരിക്കുന്നത് ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഒഴിക്കുമ്പോഴും ഗ്ലാസ് ബോട്ടിൽ തന്നെ വേണം. പിന്നെ ഇതിനെ നിങ്ങൾ കാഴ്ചയിൽ നോക്കിയാൽ നല്ല കളർ കിട്ടിയിട്ടില്ലേ. ഞാനിതിൽ പഞ്ചസാരയൊന്നും കരിച്ച് ചേർത്തിട്ടില്ല. അതേപോലെ ചിലർ ബീട്രൂട്ടൊക്കെ വേവിച്ച് അതിൻ്റെ ജ്യൂസൊക്കെ ചേർക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചേർക്കാതെ തന്നെ എനിക്ക് നല്ല കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മുന്തിരി വളരെയധികം മരുന്നടിച്ച് വരുന്നതാണ്. അപ്പോൾ അത് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഞാനൊരു 3-4 പ്രാവശ്യം ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം വിനീഗറും ഉപ്പും കൂടെ ഇട്ട വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് വീണ്ടും അതെടുത്ത് ക്ലീൻ ചെയ്ത് അങ്ങനെയാണ് ഇതാക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ക്രിസ്മസിന് ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.